പ്രൈസ് ദി ലോർഡ്. നമ്മളിന്ന് പാടിയപ്പോൾ ആരൊക്കെ ചിന്തിച്ച് പാടിയെന്ന് എനിക്കറിയില്ല. നമ്മൾ ആദ്യം പാടിയ പാട്ടിലെ അതിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട്, എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെനിക്കായി, കാത്തു നിന്നെന്നെ നീ. നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട്. 1-ാം അധ്യായം, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യമാണ്. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന. മത്തായി 18 കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ തിരിഞ്ഞ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പം ഒരു നിഷ്കളങ്കരായിട്ടാണ് ജനിച്ചു വീഴുന്നത്. പക്ഷെ അതിനുശേഷം നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടതിന് പകരം നമ്മൾ സ്വന്തം വഴികളിൽ നടക്കാൻ തുടങ്ങുന്നു. നമ്മളങ്ങനെ നടന്ന് 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 ദൈവത്തിൽ നിന്ന് ഒത്തിരി ദൂരത്തായി ആകുന്നുണ്ട്. അവിടുന്നാണ് നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത്. അപ്പം നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പം കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമല്ല. പക്ഷെ ദൈവത്തിൻ്റെ ഒരു വിളി കേൾക്കുന്നു, മാനസാന്തരപ്പെടുന്നു, തിരിഞ്ഞ് നമ്മൾ ദൈവത്തിങ്കിലേക്ക് നടക്കാൻ തുടങ്ങുന്നു. നമ്മൾ അങ്ങനെ നടക്കും തോറും സംഭവിക്കുന്നൊരു കാര്യം, നമ്മൾ ദൈവത്തോട് അടുത്ത് വരിക. പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് ഒരു വ്യക്തത ഉണ്ടാവത്തില്ല. ദൈവത്തോടുള്ള ബന്ധത്തിലൊരു വ്യക്തത ഉണ്ടാവത്തില്ല. നമ്മൾ രണ്ടാമത് പാടിയ പാട്ടിലും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് പാടിയത്. അതിൽ 3-ാമത്തെ ചാൻസ് നമ്മൾ എന്താ പാടി? ഉലകിലൻ അരികിലായി പ്രിയമായ. എന്തൊക്കെയാ പ്രിയമായ കാര്യങ്ങൾ? നമ്മൾ പാടിയപ്പം എന്തെങ്കിലുമൊക്കെ കണ്ടോ? ഈ ഉലകിൽ എൻ്റെ അരികിലായി പ്രിയമായ പലതും ഉണ്ടെന്ന് നമ്മൾ പാടിയപ്പോൾ എന്തൊക്കെയാ അത്? അതാ കർത്താവ് ശിഷ്യത്തിൻ്റെ വ്യവസ്ഥ പറഞ്ഞ്, എന്നെക്കാളധികം അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളോ വീടോ സമ്പത്തോ സ്വന്തം ജീവനെയും കൂടി സ്നേഹിക്കുന്നതിന് എനിക്ക്. അപ്പം ഇതാണ് നമുക്കെല്ലാം അരികിൽ പ്രിയമായിട്ടുള്ളത്. പ്രിയമായ പ്രിയരുണ്ട്, എങ്കിലോ കാൽവറി സ്നേഹത്തിന് മുമ്പിലായി അലിഞ്ഞു പോകും. അപ്പം ദൈവസ്നേഹം കണ്ടു കഴിയുമ്പം ഇതെല്ലാം അലിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ നമ്മളെ തന്നെ വെറുക്കും, നമുക്ക് പ്രിയമായ എല്ലാത്തിനെയും നമ്മൾ വെറുക്കാൻ തുടങ്ങും. 4-ാമത്തിൽ എന്താ പാടുന്നത്? കൂട്ടുകാർ പിരിഞ്ഞു പോകും, സഹോദരർ കൈവിടും, മാതാപിതാക്കളും മറന്നു പോകും, മരണത്തിൻ കൂരിൽ താഴ്വര കഴിവോളം പിരിയാതൻ കൂടവേ പാർത്തിടും ഞാൻ. നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടുന്നു. അതിനുശേഷം നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതനാരാ? യേശുവാ. അങ്ങനാണോ? നമുക്ക് കർത്താവാണോ നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതൻ? എല്ലാവരും മറന്നുപോയാലും ആരാ നമ്മുടെ കൂടെയുള്ളത്? നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ക്രിസ്തീയത്തിൻ്റെ യാത്രയിൽ. തുടർന്ന് 5-ാമത്തേത് നമ്മൾ പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യാവകാശമല്ലോ, ഈ ഭൂവിൽ മാത്രമോ നിത്യ യുഗങ്ങളിലും. ഇവിടുന്ന് തുടങ്ങുന്ന ഈ ബന്ധം എവിടം വരെ എത്തും? മരണത്തിൻ്റെ താഴ്വരയിൽ കടന്നു പോകുമ്പോഴും യേശു ആയിരിക്കും നമ്മുടെ സ്നേഹിതൻ. മരണത്തിൻ്റെ കുരിൽ താഴ്വര കടന്ന് നമ്മൾ നിത്യതയിൽ എത്തുമ്പോഴും ആരാ നമ്മുടെ സ്നേഹിതൻ? യേശു. കർത്താവ് പറഞ്ഞു, എന്നേക്കാളധികം ഇതൊന്നും സ്നേഹിക്കുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല. നമ്മൾ കർത്താവിനെ അറിയും തോറും നമുക്ക് പ്രിയമായ എല്ലാറ്റിനോടും നമ്മൾ മുഖം തിരിയാൻ തുടങ്ങും, നമ്മളതിനെ ഉപേക്ഷിക്കാൻ തുടങ്ങും. കർത്താവിനെ കൂടുതൽ അറിയും തോറും നമ്മൾ കൂടുതൽ നമ്മളെ തന്നെ വെറുക്കും, നമുക്ക് പ്രിയമായതിനെല്ലാം അത് ഉപേക്ഷിക്കുന്നില്ല. കാണിക്കുന്നത് നമ്മൾ കർത്താവിനെ അറിയുന്നില്ലെന്നുള്ള. അതിനുശേഷം നമ്മളൊരു പാട്ട് പാടി, 544-ാമത്തെ പാട്ട്. അതിൽ ഇങ്ങനെ തുടങ്ങുന്ന, സമാധാനം സൗമ്യതയുള്ളതിതാർ
നീതിമാർഗെ നടക്കുന്നവൾ, ഉള്ളിൽ തിന്മയെ പകയ്ക്കുന്നവൾ. ഉള്ളിൽ, അകത്ത്. റോമർ 7 അപ്പോസ്തലൻ പറയുന്നുണ്ട്, എങ്കിലും എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ രസിക്കുന്നു. കാന്തയുടെ പ്രത്യേകത അത്. ഉള്ളിൽ വീണ്ടും ജനിച്ച ഒരാളുടെ പ്രത്യേകത, അവൻ്റെ ഉള്ളിൽ അവൻ തിന്മയെ പകയ്ക്കുന്നവരായിരിക്കും. ലോകമഹത്വത്തെ ത്യജിപ്പു. ഈ ലോകത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ജഡമോഹം എന്ന് പറഞ്ഞാൽ എന്താ? ആന്തരികമായിട്ടുള്ളതുണ്ട്, ബാഹ്യമായിട്ടുള്ളതുണ്ട്, ഇല്ലേ? ഈ ബാഹ്യമായിട്ടുള്ള ജഡമോഹം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന പാപങ്ങൾ നമ്മളതിനെ തിരിച്ചറിയുകയും വെറുക്കുകയും ചെയ്യുന്നുണ്ടോയെന്നുള്ളതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നൊരു കാര്യം. തുടർന്ന് നമ്മൾ കാന്തനെ കാണാൻ പോകുന്നു. കാന്ത കവർന്നവൻ അവൾ ഹൃദയം. കർത്താവ് നമ്മുടെ ഹൃദയത്തെ കവർന്നിട്ടുണ്ടോ? ഇതിനു മുമ്പ് എന്താ നമ്മുടെ ഹൃദയത്തെ കവർന്നിരുന്നത്? ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. അതിൽ നിന്ന് നമ്മൾ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞിട്ട് കർത്താവ് നമ്മുടെ ഹൃദയത്തെ കവർന്നിട്ടുണ്ടോ? എല്ലാറ്റിലും ഉപരിയായിട്ട് നമുക്ക് കർത്താവിനെ സ്നേഹിക്കാനുള്ളൊരു ആന്തരിക രൂപാന്തരം സംഭവിക്കുന്നുണ്ട്. മോദത്തോടെ വിവാഹിതയാകും ദുഷ്ടലോകം പിൻവിട്ടു പോകും. രണ്ടാമത്തെ, യേശുവെ മാത്രം വാഞ്ചിക്കുന്നതാർ. തൻ്റെ കൽപ്പന കാക്കുന്നവൾ, സ്വർഗത്തിലേക്ക് അവൾ നോക്കുന്നു, അവൾ വാഞ്ച വസിക്കുന്നു സ്വർഗത്തിൽ. കൊലോസ്യർ 3 പറയുന്നു, ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. നമ്മുടെ നോട്ടം മുകളിലേക്കാണോ? പണ്ടൊരു സൗരം പറഞ്ഞൊരു കാര്യം ഇങ്ങനെ ഓർക്കുക, പന്നിയെക്കുറിച്ച്. പന്നിയുടെ ഒരു സ്വഭാവം ഉണ്ട്, അതെപ്പോഴും അങ്ങോട്ടാണ് നോക്കുന്നത്. അപ്പം മുകളിലോട്ടൊരിക്കലും നോക്കുകയല്ല. പുള്ളി പറഞ്ഞു, ഒരു ദിവസം അത് മുകളിലോട്ട് നോക്കുക. എന്നാണെന്നറിയോ? ഇതിനെ അടിച്ച് താഴെയിട്ട് കൊന്നിട്ട് ഒരു കമ്പേ വെച്ച് കെട്ടി, കാലും കൈയും കമ്പേ വെച്ച് കെട്ടിയിട്ട് ഇതിനെ കൊണ്ടു. അന്നേരം മാത്രമേ ഇത് മുകളിലോട്ട് നോക്കത്തുള്ളൂ. റോമർ 8 നമ്മൾ വായിക്കുന്നുണ്ട്, ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും. അപ്പം വീണ്ടും ജനിച്ച ഒരാളുടെ പ്രത്യേകത, അവൻ്റെ നോട്ടം എപ്പോഴും ഉയരത്തിലേക്കായിരിക്കും. അവൻ്റെ ചിന്തകൾ എന്തിനെക്കുറിച്ചാണ്? ആത്മാവിലുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് ലോകകാര്യങ്ങൾ ചിന്തിക്കുകയെന്നല്ല, പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കത്തുള്ളൂ. നമ്മൾ റബ്ബർ ബാൻഡിനെ കുറിച്ച് കേൾക്കാറുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു വലിയ ഒരു കെട്ട് നോട്ടൽ അത് ഇട്ടിട്ട് നമ്മളത് കുറച്ച് ഞൂരിയെടുത്ത് എന്താ സംഭവിക്കുന്നത്? ചെറുതാവും, പഴയ അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരും. വീണ്ടും ജനിച്ച ഒരാൾ പ്രത്യേകത ഏതാ? ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്ക് പോയതിന് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ച് ഉയരത്തിലെ കാര്യങ്ങളിലേക്ക് വരും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നുണ്ട്. തുടർന്ന് 3 നിന്ദിക്കപ്പെട്ടു നടക്കുന്നിതാർ, അവനെ മാത്രം സ്നേഹിച്ചിട്ടും പങ്കിടില്ല ഹൃദയം മറ്റാർക്കും, അകമേ വിശുദ്ധി തൻവാഞ്ച. ഈ നിന്ദയുടെ വഴിയിൽ നടക്കുമ്പോഴും കർത്താവിനെ മാത്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിള്ളേരൊക്കെ പറഞ്ഞു, ഇനിയും സാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇല്ല, നമ്മുടെ ഇസ്രയേലിലൊക്കെ ഉണ്ടത്. ഇസ്രയേലിൽ എവിടെ ചെന്നാൽ ഈ ഷെൽട്ടറുണ്ട്. കാരണം എല്ലാ സമയത്തും അവർ അപകടം മണക്കുന്നതുകൊണ്ട് സൈറൻ കേട്ട ഉടനെ ഇവർ ഓടി ഇതിനകത്ത് കയറി ഒളിക്കും എന്ന് പറഞ്ഞതുപോലെ, കുഞ്ഞുങ്ങളൊക്കെ ഒരു 10, 15, 17 വയസ്സ് വരെ അപ്പൻ്റെയും അമ്മയുടെയും വല്യപ്പൻ്റെയും വല്യമ്മയുടെയും ചർച്ചിൻ്റെയൊക്കെ ഒരു ഷട്ടറിനുള്ളിലാണ് കിടക്കുന്നത്, താമസിക്കുന്നത്. ഇല്ല, അവരാണ് എല്ലാം നോക്കിക്കോളും. പക്ഷേ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പം, ഇല്ലേ, സാറ പോയി, സാം പിന്നെ അധികം അകലെ പോയില്ല, ഇപ്പം ക്രിസ്റ്റീനെ പോകാൻ തുടങ്ങുന്നു. അപ്പോൾ ഇവർ ശരിക്കും ആ സുരക്ഷിതത്വത്തിന് പുറത്തേക്ക് വരിക. പക്ഷേ സുരക്ഷിതത്തിലായിരിക്കുന്നിടത്ത് നമ്മൾ കർത്താവിനുമായിട്ടൊരു വ്യക്തിബന്ധത്തിലേക്ക് വന്നാൽ ഈ പുറത്തും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ ഇതിനുള്ളിൽ നമ്മൾ കർത്താവുമായിട്ടൊരു വ്യക്തിബന്ധത്തിലേക്ക് വന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഞാൻ പണ്ടും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെയൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ
ഇവിടുന്ന് ഒന്ന് പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ പഠിക്കണേൽ ടൗണിലൊക്കെ ഉള്ള കോളേജില്ല, ഇവിടെ ഒന്നും കോളേജില്ല ഡിഗ്രിക്കൊക്കെ പോകാൻ. ഇവിടെയൊക്കെ നല്ല പിള്ളേരായിട്ടിരിക്കുന്ന പലരും അവിടെ ചെന്ന് ചേർന്ന ഒരു 3 മാസത്തിനാവും ഭയങ്കര തലതിരിഞ്ഞ പിള്ളേരായിട്ട് മാറും. എന്താ, ഇവിടെ അപ്പൻ്റെയും അമ്മയുടെയും നാട്ടുകാരുടെയും, അവിടെ ചെല്ലുമ്പോൾ അപ്പനില്ല അമ്മയില്ല, അറിയുന്നവരാരും ഇല്ല, എങ്ങനെ നടന്നാലും ആരും അറിയത്തില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് വഴിതെറ്റിപ്പോവായിരുന്നു. എന്താ ഇതിൻ്റെ കാരണം? ഉള്ളിലൊന്നും സംഭവിച്ചില്ല. പുറമേ ഉള്ള ഒരു ന്യായപ്രമാണത്തിൻ്റെ ആത്മാവിൽ ജീവിച്ചു. ആ ന്യായപ്രമാണത്തിൻ്റെതായ ചുറ്റുപാടുകൾ ഇല്ലാണ്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവർ തോന്നിയ വഴി നടക്കാൻ തുടങ്ങും. അപ്പം നമ്മളോടുള്ള ബന്ധത്തിൽ ഗലാത്യലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു ശിശു സകലത്തിനും അവകാശിയെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം അവന് ദാസനേക്കാൾ ഒട്ടും വിശേഷതയില്ല. എന്തിനാ ഈ ഒരു മേൽനോട്ടത്തിനുള്ളിൽ അവനെ ആക്കി വെച്ചിരിക്കുന്നത്? ഇപ്പം ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ എന്തിനാ മനുഷ്യനെ സൂക്ഷിച്ചേ? അവിടെ പറയുന്നുള്ളത് ന്യായപ്രമാണം നമ്മളെ ക്രിസ്തുവിലേക്ക് നടത്താൻ ശിശുപാലകനായി ഭവിച്ചു. അപ്പോൾ ആ ന്യായപ്രമാണത്തിന് കീഴിലായിരിക്കുമ്പോൾ എന്താ ഉള്ളത്? തൊടരുത്, പിടിക്കരുത്, നോക്കരുത്, പോകരുത്, ചെയ്യരുത്, ഇല്ലേ? ഇങ്ങനെ ഒത്തിരി ചട്ടങ്ങൾക്കുള്ളിലാക്കി വെക്കുന്നത്. അപ്പം ആ ചട്ടങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ന്യായപ്രമാണത്തിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കൃപയിലേക്കാണ്. ഇതിനുള്ളിൽ നിന്ന് നമ്മളിത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃപയിലേക്കാണ് പ്രവേശിക്കുന്നത്. നമ്മൾ കൃപയിൽ നിന്ന് വീഴുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ന്യായപ്രമാണത്തിലേക്കാണ് വീഴുന്നത്. അതൊരു 2 3 നിലയുള്ളൊരു വീട് പോലെ. അടിയിലത്തെ നിലയിൽ നമ്മളെല്ലാം നമുക്ക് തോന്നിയ പോലെ നടന്നു, ജഡത്തിനും മനോവികാരശോചിതയോട് നടന്നു. അതിനുശേഷം നമ്മളെ ന്യായപ്രമാണത്തിന് കീഴിലേക്ക് കൊണ്ടുവന്നു, അടുത്ത നില. അവിടെ എന്താ, ഒത്തിരി കൽപ്പനകളും ചട്ടങ്ങളൊക്കെ ആയിട്ട് നമ്മളെ സംഗീതത്തിൽ പറയുന്നില്ലേ, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലെ ആവരുത് എന്നും. പക്ഷേ സാദൃശ്യവാക്യത്തിൽ വേറൊരു കാര്യമാണ് പറയുന്നത്. ഈ കുതിരയ്ക്കും കോവർ കഴുതയ്ക്കൊക്കെ എന്താ കൊടുക്കുന്നത്? കടിഞ്ഞാണും ചമ്മട്ടി. മുഖപ്പട്ടയും മാത്രമല്ല, ചമ്മട്ടി. ഇപ്പം ന്യായപ്രമാണത്തിൽ അതാ ചെയ്തേ. അപ്പം ഈ ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശം നമ്മളെ കർത്താവിലേക്ക് നടത്തുക എന്നുള്ളതാണ്. ഈ ന്യായപ്രമാണം കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്താ? ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം. ഈ കൽപ്പനകൾക്കുള്ളിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ പാപത്തെ അറിയാൻ തുടങ്ങുന്നത്. റോമർ 7 അപ്പോസ്തലൻ അത് പറയുന്നുണ്ട്. കൽപ്പനയില്ലായിരുന്നെങ്കിൽ ഞാൻ പാപത്തെ അറിയയില്ലായിരുന്നു, അങ്ങനെ ഈ കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. അതവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്, അറിയില്ലായിരുന്നു. കൽപ്പന വന്നപ്പോൾ എന്ത് കണ്ടു? എനിക്കത് കാണാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ആ കൽപ്പനകൾ ഞാൻ കണ്ടതിന് ശേഷം ഞാനത് ചെയ്യാൻ ശ്രമിക്കുന്നു. ന്യായപ്രമാണം കൊണ്ട് ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടത്തില്ല, പാപത്തിൻ്റെ പരിജ്ഞാനമാണ് വരുന്നത്. അപ്പം ഞാൻ പാപിയാണെന്നുള്ള ബോധ്യത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ പാപികളെ രക്ഷിപ്പാനാണ് യേശുക്രിസ്തു തന്നെ. അവൻ തൻ്റെ ജനത്തെ മത്തായി 1:21 അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ. അപ്പം ഈ ന്യായപ്രമാണത്തിന് കീഴിലിരിക്കുന്ന ഒരാൾ താൻ പാപിയാണെന്നുള്ള ബോധ്യത്തിലേക്കാണ് വരുന്നത്. പാപിയാരെ രക്ഷിക്കുന്നത്? യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസി ഏവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. അപ്പം ഞാനൊരു പാപിയാണെന്നുള്ള ബോധ്യം വരുമ്പോഴാണ് എനിക്കൊരു രക്ഷകൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ഞാൻ എവിടെ എത്തുന്നത്? യേശുവിൻ്റെ അടുക്കൽ എത്തുന്നത്. അപ്പം ഇതിൻ്റെ ഉദ്ദേശം, ന്യായപ്രമാണ ഉദ്ദേശം എന്നെ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുക എന്നുള്ളതാണ്. യേശുവിൻ്റെ അടുക്കൽ എത്തുക എന്ന് പറഞ്ഞാൽ കൃപയിലേക്ക് വരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റോമർ 6:14 നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കടന്നു നടത്തുകയില്ല. റോമർ 6 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പണ്ട് നിങ്ങൾ ആരായിരുന്നു? പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു. എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ന്യായപ്രമാണം നമ്മളെ കർത്താവിലേക്ക്, അല്ലെ കൃപയിലേക്ക് നടത്തുന്നു. ഈ കൃപ നമ്മുടെ ജീവിതത്തിൽ എന്താ ചെയ്യുന്നത്? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നടത്തുന്നു. അപ്പോൾ ഈ ഷെൽട്ടറിനുള്ളിൽ ഇരുന്നിട്ട് നമ്മൾ എവിടെ ആരെ കണ്ടുമുട്ടണമായിരുന്നു? യേശുവിനെ കണ്ടുമുട്ടണം. അപ്പോൾ യേശുവിനെ കണ്ടുമുട്ടിയാലുള്ളൊരു ഗുണമാണ് നമ്മൾ 544 പാടിയത്.
അതായത് നമ്മൾ ഉള്ളിൽ നിന്ന് തിന്മയെ പായിക്കാൻ തുടങ്ങും. ന്യായപ്രമാണത്തിന് കീഴിലിരിക്കുമ്പോഴോ പുറമെയാണ്, ബാഹ്യമായൊരു വിശുദ്ധിയാണ് ഇല്ലേ? ആരെങ്കിലും കാണും. ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥ എന്താ? അതിന് ശിക്ഷിക്കണ 2-3 സാക്ഷികളുടെ വാമൊഴി വേണം. അതുകൊണ്ട് 9 കൽപ്പനകളും ലംഘിച്ചാൽ കണ്ടുപിടിക്കാവുന്നതാണ്. 10ാമത്തെ കൽപ്പനയാണ് മോഹിക്കരുതെന്നുള്ളതാണ്. അതാരെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? അതാർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒരു സാക്ഷിയം കൊണ്ട് വരാൻ പറ്റില്ല. ഇപ്പോൾ മോഹിച്ചെന്ന് പറയാൻ പറ്റുമോ? അപ്പം തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? അത് ഉള്ളിൽ നടക്കുന്നൊരു കാര്യമാണ്. അപ്പം റോമർ 7 അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്. റോമർ ലേഖനം 7-ാം അധ്യായത്തിൽ അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളാണ്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. റോമർ 7:16 മുതൽ. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ എന്ന് വെച്ചാൽ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. നമ്മുടെ പിള്ളേർക്ക് അതാ പറഞ്ഞേ, ശതമാനക്കണക്കൊക്കെ പറഞ്ഞു ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല. അതിന് മറുപടി ഇവിടെ പറയുന്നത് 19 വാക്യം, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. അല്ലേ? എൻ്റെ ആഗ്രഹം എന്താ? നന്മ ചെയ്യണം എന്ന്. നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം പിള്ളേരോടുള്ള ബന്ധത്തിൽ നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയൊക്കെ പറയുന്ന പോലെ അനുസരിക്കണം. പക്ഷെ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഒരു ഭർത്താവിൻ്റെ പ്രശ്നം എന്താ? ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ സ്നേഹിക്കണമെന്ന് ഉള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്യാൻ കഴിയുന്നില്ല. ഒരു ഭാര്യയ്ക്കാണേലും സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ എനിക്ക് ഭർത്താവിനെ കീഴടങ്ങിയിരിക്കുന്ന ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. 20-ാം വാക്യം, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അപ്പം ഞാൻ ഇച്ഛിക്കാത്തത് ചെയ്യാൻ കാരണം ഞാനല്ല ചെയ്യുന്നത്, പിന്നെ ആരാ? എന്നിൽ വസിക്കുന്ന പാപമാണ്. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. പിന്നെ ആഗ്രഹം നന്മ ചെയ്യാനാണ്, പക്ഷെ ഞാൻ ചെയ്തു വരുമ്പം തിന്മയായി പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് 22-ാം വാക്യത്തിൽ എന്താ പറയുക? ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കും. നമ്മൾ പാടിയ പാട്ടിൽ അതാ പാടിയേ, അകമേ അല്ലേ? ഉള്ളിൽ തിന്മയെ ഉള്ളിലത് ആരംഭിക്കുന്നത്. ഈ പാപത്തോടുള്ള വെറുപ്പ് ഉള്ളിലാ. ആരുടെ ഉള്ളിലാ? ദൈവഭയമുള്ളവരുടെ ഉള്ളിൽ. ദൈവം ഇല്ലാത്തവരുടെ ഉള്ളിലെന്താ? മുഴുവൻ പാപം. അവൻ്റെ ഉള്ളിലും പുറത്തും പാപമാണ്. പക്ഷെ വീണ്ടും ജനിച്ചൊരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിലെന്താ ഉള്ളത്? നന്മ ചെയ്യാനുള്ള ആഗ്രഹവും ദൈവേഷ്ടത്തിന് വഴങ്ങാനുള്ള ആഗ്രഹമാണ്. 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു, അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. ഉള്ളിൽ ബുദ്ധിയിൽ ദൈവേഷ്ടം ചെയ്യാനാ. എന്തിലാണ് സന്തോഷിക്കുന്നത്? ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിലാണ് സന്തോഷിക്കുന്നത്. പക്ഷെ പുറമേ ഒരു പ്രശ്നം ഞാൻ കാണുന്നു. അതാ 23 പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. 24, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അടുത്ത ചോദ്യം എന്താ? മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് തന്നെ ആര് വിടുവിക്കും? റോമർ 6-ാം അധ്യായത്തിൽ അതിൻ്റെ 6-7 വാക്കിൽ, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യനോട് ക്രൂശിക്കപ്പെട്ടു നാം അറിയുന്നു. പെട്ടിൽ നമ്മളെന്താ വായിച്ച്? 24-ാമത്തെ വാക്യത്തിൽ, പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് തന്നെ ആര് വിടുവിക്കും? റോമർ 6-ൽ നമ്മളെന്താ വായിക്കുന്നത്? നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു.
എവിടെയാ സ്വാതന്ത്ര്യം പ്രാപിച്ചേ? ഉള്ളിൽ, അകമേ. അകമേ ഇനി അവന് പാപം ചെയ്യാനുള്ള ആഗ്രഹം ഇല്ല. അവൻ മനസ്സോടാ വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ 1 പത്രോസ് 2:2 വായിക്കുന്ന രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. നമ്മുടെ ചിന്തകളിൽ എന്താ വേണ്ടിയേ? ദൈവത്തിൻ്റെ വചനമായിരിക്കണം. നമ്മുടെ ചിന്തകളിൽ ഇപ്പോൾ എന്താ ഉള്ളത്? അപ്പം ആ ചിന്ത എന്ന് പറയുമ്പം നമ്മുടെ ജഡത്തിലുള്ള മനസ്സിൽ എപ്പോഴും എന്തേ ഉള്ളൂ? പാപം. കൊലോസ്യർ വേറൊരു ഭാഗത്ത് പറഞ്ഞു, ജഡമനസ്സിൽ വെറുതെ ചീർക്കുകയും. പിന്നെ ഏതാ ഈ ബുദ്ധിയുടെ പ്രമാണം എന്ന് പറയുന്നത്? ഏതാ? അത് ആത്മാവിലുള്ളൊരു കാര്യമാണ്. എൻ്റെ അകത്തെ മനുഷ്യൻ എപ്പോഴും എന്താ ആഗ്രഹിക്കുന്നത്? വിശുദ്ധി, ദൈവപ്രസാദം. അത് പാപത്തെ വെറുക്കുന്നതാണ്. പക്ഷെ എൻ്റെ പുറമേയുള്ള എൻ്റെ ഈ പാപ ശരീരം, അത് അവിടെ പറയുന്നില്ലേ, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് തന്നെ ആര് വിടുവിക്കും? അപ്പം ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുക. ഒന്നകത്തുള്ള ഒരു മനുഷ്യൻ, പുതിയ മനുഷ്യൻ, പുറമേയുള്ള എൻ്റെ ശരീരം. അതുകൊണ്ടാണ് റോമർ 8:12-13 വാക്കുകൾ നമ്മൾ എന്താ വായിക്കുന്നത്? ആകയാൽ സഹോദരന്മാരും ജഡത്തെ അനുസരിച്ച് ജീവിക്കും, ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കുന്ന ഇച്ഛ ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ. ജഡത്തിൻ്റെ പ്രവൃത്തികളെ എന്നല്ല പറയുന്നത്, പിന്നെന്താ പറയുന്നത്? ശരീരത്തിൻ്റെ പ്രവൃത്തികളെ. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതിന് നിങ്ങൾ താങ്കൾക്കുള്ളവരെ അല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. അപ്പോൾ നമ്മുടെ ശരീരത്തിൻപടി, തമിഴിലത് അങ്ങനെയാണ് പറയുന്നത്, മാംസത്തിൻപടിയായിട്ട് നടക്കുക എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? മാംസദാഹം എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മാംസം എന്തിനു വേണ്ടിയാണ് ദാഹിക്കുന്നത്? ഉള്ളം ആർക്ക് വേണ്ടിയാണ് ദാഹിക്കുന്നത്? സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എൻ്റെ ഉള്ളം നിനക്കായിട്ടാണ് ദാഹിക്കുന്നത്. പക്ഷെ നമ്മുടെ മാംസമോ, നമ്മുടെ ജഡമോ, ജഡത്തിൻ്റെ വിശപ്പ് പാപമാണ് ജഡം ഭക്ഷിക്കുന്ന കാര്യം, പാപം. അപ്പം ഈ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കുമെന്ന് പറയുമ്പം ഈ സത്യം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ആവശ്യമുണ്ട്. അവിടെ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. 20-ാമത്തെ വാക്യത്തിൽ, ഞാൻ ഇച്ഛിക്കാതിനെ ചെയ്യുന്നുവെങ്കിൽ അതിനെ പ്രവർത്തിക്കും ഞാനല്ല, എന്നിൽ വസിക്കുന്ന ഈ ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തി ഇവിടെ ഉണ്ട്. ഈ ഞാൻ ആത്മാവിൻ്റെ കൂടെ നിൽക്കുമ്പം ഞാൻ ജയിക്കും. ഈ ഞാൻ അല്ലെങ്കിൽ എൻ്റെ വില്ലിൽ ഞാൻ ജഡത്തോടൊപ്പം നിൽക്കുമ്പോൾ ഞാൻ പാപം ചെയ്യും. പക്ഷെ പൗലോസ് ഇവിടെ എന്താ പറയുന്നത്? 20-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, വില്ലാതെ എൻ്റെ വില്ല് മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ ഇച്ഛ എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന്. എൻ്റെ ഇച്ഛ ദാഹിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ജീവനുള്ള ദൈവത്തിന് വേണ്ടി. പക്ഷെ എൻ്റെ ജഡമല്ല, ശരീരമോ പാപത്തിന് വേണ്ടി. അപ്പോൾ ഈ പാപം ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു 24 അല്ല 23 എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു, അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. നമ്മുടെ ഉള്ളിൽ ഈ പോരാട്ടം കാണാൻ കഴിയുന്നുണ്ടോ? എൻ്റെ ഉള്ളിൽ ദൈവത്തിനായുള്ള ദാഹം, എൻ്റെ പുറമേ പാപത്തിനായിട്ടുള്ള ദാഹം. എപ്പോഴും എൻ്റെ വില്ലെവിടെയാണ് നിൽക്കുന്നത്? പാപത്തിനെതിരായിട്ടാണ്. എൻ്റെ ചിന്തകൾ എവിടെയാണ് നിൽക്കുന്നത്? പാപത്തിന് എതിരായിട്ടാണ്. പക്ഷേ എൻ്റെ ശരീരത്തിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അവിടെയാണ്
ഗലാത്യർ 2:20 പ്രസക്തമായിരിക്കുന്നൊരു കാര്യം. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ഞാൻ ക്രിസ്തു വസിക്കാനും ക്രിസ്തു ജീവിക്കാനായിട്ടും എൻ്റെ ഇച്ഛയെ സമർപ്പിക്കുക, എൻ്റെ വില്ലിൽ ഞാൻ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. പക്ഷെ ഓരോ പരീക്ഷയിലും എന്താ സംഭവിക്കുന്നത്? നമ്മൾ തീരുമാനമൊക്കെ എടുക്കുകയല്ലേ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലൊക്കെ. ഇനി ഞാൻ എന്തു വന്നാലും മിണ്ടത്തൊന്നുമില്ല. പക്ഷേ ഒരു സമ്മർദ്ദം വരുമ്പം കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് മിണ്ടും. ശരിയല്ലേ? എന്നിട്ട് എന്താ ചെയ്യുന്നത് നമ്മൾ അതിന് ശേഷം? മിക്കവാറും പേര് ചെയ്യുന്നത് ന്യായീകരിക്കും. ഈ തീരുമാനമെല്ലാം ദൈവം മുമ്പാകെ എടുക്കുന്നത് അല്ലേ? എന്നിട്ട് മനുഷ്യൻ്റെ മുമ്പാകെ തങ്ങളെ തന്നെ ന്യായീകരിക്കും. ഞാൻ അങ്ങനെ പറയാനുള്ള കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ്, എന്നോട് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷേ വില്ലിൽ ദൈവത്തോട് കൂടെ നിൽക്കുന്ന ഒരാൾ എന്തു പറയും? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. തന്നെത്താൻ താഴ്ത്തും. എൻ്റെ ആഗ്രഹം അങ്ങനെ പറയണമെന്നല്ലായിരുന്നു, പറയരുതെന്നായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞു പോയി, എനിക്ക് തെറ്റുപറ്റി, ഞാൻ പാപം ചെയ്തതിനോട് ക്ഷമിക്കണം. ന്യായീകരണങ്ങളൊന്നുമില്ല അല്ലേ? ഇപ്പം ശൗലിനെ ദൈവം അഭിമുഖീകരിക്കുന്നുണ്ട്. ശൗമേൽ മുഖാന്തരം ശൗൽ എന്താ പറഞ്ഞേ? ന്യായീകരണത്തിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. കൽപ്പന ലംഘിച്ചു. ശൗമേലിൻ്റെ ചോദ്യമുണ്ട്, ഈ ഒച്ചയൊക്കെ, ആടിൻ്റെ കരച്ചിലും കാടും മുക്കറൊക്കെ എന്താ പറയുന്നത്? അത് ജനം നിന്റെ ദൈവത്തിന് യാഗം കഴിക്കാൻ വേണ്ടി വിശേഷപ്പെട്ടതിനെയൊക്കെ കൊണ്ടുവന്നതാണ്. ഇപ്പം എന്താ അതിനോട് പറഞ്ഞത് ചോദിക്കുന്നുണ്ട്. നീ ദൈവകൽപ്പന ലംഘിച്ച് കൊള്ളയ്ക്ക് ചാടി പുറപ്പെട്ടത് എന്ത്? ആ ചോദ്യത്തിന് എന്താ ശൗലിൻ്റെ മറുപടി? അത് യാഗം കഴിക്കാൻ കൊണ്ടുവന്ന. ഇപ്പം നമ്മുടെയും മരിപ്പിക്കാൻ പറഞ്ഞ പലതുമായിട്ടാണ് നമ്മൾ യാഗം കഴിക്കാൻ വരുന്നത്. എന്തൊക്കെയാണ് മരിപ്പിക്കാൻ പറഞ്ഞത്? കോപം, ക്രോധം, ശാഠ്യം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ഈ അവയവങ്ങളെ മരിപ്പിപ്പീൻ. നമ്മുടെ കണ്ടത്തിൽ മരിപ്പിക്കാതെ എന്താ പറയുന്നത് അല്ലേ? ഭർത്താക്കന്മാരാണ് ഇതൊക്കെ ഇച്ചിരി ഉണ്ടെങ്കിലേ എൻ്റെ ഭാര്യ വഴങ്ങുള്ളൂ. ഇടയ്ക്കും തല്ലാൻ ഓടിക്കുകയും ഒച്ചയുണ്ടാക്കുകയും ബഹളമൊക്കെ വെച്ചാൽ. പക്ഷെ നമുക്കറിയാം, കൊലോസ്യലേഖനത്തിനെ പറയുന്നത്, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:20 മുതലാണ്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷിക കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഇതെല്ലാം ഉപയോഗത്തെ നശിച്ചു പോകുന്ന അത്രേ. അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിൽ രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത്. ജഡാഭിലാഷം അടക്കുവാനോ എന്ന് പറഞ്ഞ് ഈ കൽപ്പനകൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ജഡാഭിലാഷം അടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തെ നീക്കാനായിട്ട് കർത്താവ് വന്നത്. പിന്നെ എങ്ങനെ ജഡാഭിലാഷം അടക്കുന്നത്? ആത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്, കൽപ്പനകൾ കൊണ്ടല്ല, അല്ലെ ജീവൻ്റെ പ്രമാണം കൊണ്ടാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് വരുന്നത്? കൽപ്പനകൾ അല്ലേ? നമ്മൾ എന്നിട്ട് ആളെ വിവേചിക്കുന്നത് എങ്ങനെ? ഇന്ന കൽപ്പന ലംഘിച്ചു. പക്ഷെ ശരിക്കും കൽപ്പന ലംഘനമല്ല ഇവിടുത്തെ പ്രശ്നം. അന്നേരം ന്യായപ്രമാണത്തിൽ ജീവിച്ചു എന്നുള്ളതാണ്, ആത്മാവിൽ ജീവിച്ചില്ല എന്നുള്ളതാണ്. ആത്മാവിനാൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അവിടെയുണ്ട്, വചനത്തിൻ്റെ പ്രമാണങ്ങളുണ്ട്. അതേതാ? ആത്മാവിനാൽ ജീവിക്കുമ്പോഴും നമ്മളെങ്ങനെ ജീവിക്കുന്നത്? വചനം അനുസരിച്ചാണ് ജീവിക്കുന്നത്. അത് അകത്തുനിന്ന് വരുന്ന ഒരു ജീവനിൽ നിന്ന് വരുന്ന ഒരു പ്രക്രിയയാണ്. മറ്റേ ന്യായപ്രമാണം എന്ന് പറയുമ്പോഴോ പുറത്തുനിന്ന് വരുന്നതാണ്, മനുഷ്യൻ്റെ മുമ്പാകെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നിടത്ത് ഉള്ളിലായി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ പോരാട്ടമല്ല ഉള്ളിൽ. അവിടെ നമ്മൾ ആരെയാണ് പ്രസാദിപ്പിക്കുന്നത്? ദൈവത്തെ. ന്യായപ്രമാണം അനുസരിച്ച് നടക്കുമ്പോഴോ മനുഷ്യരെ ഇല്ലേ? അതുകൊണ്ടാണ് ഇപ്പം ചില പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിലുണ്ടായി കഴിയുമ്പോൾ സഹോദരിമാരൊക്കെ പറയും, എന്നാൽ ഇനി ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ മിണ്ടുന്ന കുഴപ്പം, അതുകൊണ്ട് ഇനിയും ഒന്നും മിണ്ടുന്നില്ല. അത് ന്യായപ്രമാണത്തിൽ നിന്ന് വരുന്നതാണ്. ആത്മാവിൽ നിന്ന് വരുന്നതാണ് എങ്ങനെ പറയത്തില്ല. ആത്മാവിൽ നിന്ന് വരുന്ന ആവശ്യമുള്ളത് പറയണം.
അന്നേരം പറയുന്നത് തന്നെ ഇനി ഞാൻ ഒന്നും മിണ്ടുന്നില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ന്യായപ്രമാണത്തിന് കീഴില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ ലോകത്ത് ജീവിക്കുന്നവരെ പോലെയാണ് ജീവിക്കുന്നത്. ലോകക്കാരങ്ങനെ. പക്ഷെ ആത്മാവിൽ ജീവിക്കുമ്പോഴോ അങ്ങനത്തെ ഒരു വാക്ക് വായിന്ന് വരത്തില്ല. ഇനി ഞാനെന്നാൽ ഒന്നും മിണ്ടുന്നില്ലെന്നുള്ളൊരു വാക്ക് വരത്തില്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എന്താ? എനിക്കൊരു തീരുമാനം എടുക്കാനുള്ള അവകാശമില്ല. ഞാൻ ആരുടെ വകയാ? ദൈവത്തിന് കർത്താവ് എന്താ പറയുക? ഞാൻ സ്വയമായിട്ടൊന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ ഒന്നും മിണ്ടുന്നില്ല എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇനിയും കർത്താവ് എന്നോട് പറഞ്ഞാലേ മിണ്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാ. ഇവിടെ എല്ലാം നമുക്ക് നമ്മുടെ ഈ ശരീരത്തിൻ്റെ പ്രവൃത്തി കാണാൻ കഴിയും. ഈ പുറമേയുള്ള കൽപ്പനകൾ നമ്മൾ അതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താ? മനുഷ്യനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഉള്ളിൽ നിന്ന് വരുന്ന ജീവനാൽ നടക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലേ? അപ്പോസ്തലൻ ഒരിക്കലും ഇങ്ങനെ ചോദിച്ചു, ഇന്ന് ഞാൻ ദൈവത്തെയാണോ മനുഷ്യരെയാണോ പ്രസാദിപ്പിക്കുന്നത്? മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് ഞാൻ കർത്താവിന് ദാസൻ ആയിരിക്കത്തില്ല. അപ്പം നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത്? കർത്താവിന് എന്ന വണ്ണം ചെയ്യുവീൻ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ അടുക്കൽ നിന്ന് ഒരു കൂട്ടത്തോട് കർത്താവ് പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ കാണാൻ വന്നു, എനിക്ക് വിശം നിങ്ങൾ തിന്നാൻ തന്നു, ദാഹിച്ച് കുടിക്കാൻ തന്നു. അവരെന്താ ചോദിക്കുന്നത്? എപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തേ? അതിൻ്റെ ലിസ്റ്റൊന്നും അവരുടെ കയ്യിലില്ല. കാരണം എന്താ? ഉള്ളിൽ നിന്ന് വരുന്നൊരു ജീവനാലാണ് അവർ ചെയ്തത്. അവരുടെ നേച്ചറാണ് അത്. അത് ചെയ്തിട്ട് എന്ത് ചെയ്യും? അവരതങ്ങ് മറക്കും. പക്ഷേ ന്യായപ്രമാണം നിൽക്കുന്ന ആളോ എല്ലാത്തിനും കണക്കുണ്ട്. ചെയ്തു കഴിഞ്ഞിട്ട് അതൊക്കെ ഓർത്തിരിക്കും. അവർ ചെയ്ത ആർക്കാ? മനുഷ്യർക്കാണ് ചെയ്തത്. പക്ഷേ മറ്റവരും ചെയ്ത് ആർക്കായിരുന്നു? അപ്പം കർത്താവിനോട് ചോദിക്കുന്നത് എപ്പോഴാണ് കണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു നോക്കുകയും എനിക്കാ ചെയ്തേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അവർ ചെയ്തത് മനുഷ്യനാണ്. പക്ഷെ അവരുടെ മനോഭാവം എന്തായിരുന്നു? കർത്താവിന് നിമിത്തം അവർ ചെയ്തേ. കർത്താവിനെ പ്രസാദിപ്പിക്കാനായിട്ടാണ് ചെയ്തത്. മറ്റൊരു ചെയ്തതോ തനിക്കൊരു പേര് കിട്ടാനും മനുഷ്യരെ പ്രസാദിപ്പിക്കാനും. ഒരു സഹോദരിക്ക് ആത്മാവിൽ നിന്ന് ഭർത്താവിന് കീഴടങ്ങിയിരിക്കാൻ കഴിയും. പിന്നീട് ഭർത്താവ് കുറ്റപ്പെടുത്തുമ്പോൾ ഒരു നീണ്ട ലിസ്റ്റ് പറയില്ല, അനുസരണത്തിൻ്റെ ലിസ്റ്റൊന്നും പറയുകയില്ല. ആർക്ക് വേണ്ടിയിട്ടാണ് കീഴടങ്ങിയിരുന്നത്? അതുകൊണ്ട് ആ ലിസ്റ്റ് സൂക്ഷിച്ചിട്ടില്ല. എപ്പോഴാണ്? ഓർമ്മയില്ല. അതേസമയം സ്വശക്തി കൊണ്ട് അങ്ങനെ കീഴടങ്ങിയതൊരു സഹോദരിയാണേൽ ബിലിയാമിൻ്റെ കഴുത പറഞ്ഞ പോലെ പറയും. ബിലിയാമിൻ്റെ കഴുത എന്താ പറഞ്ഞേ? ഞാൻ ഇതുവരെ നിന്റെ കൽപ്പന ഏതിലും അനുസരിക്കാതിരുന്നിട്ടുണ്ട്. അപ്പോൾ ആത്മാവിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ചോദ്യമില്ല. നമുക്ക് മുടിയമ്പുത്രൻ്റെ ജ്യേഷ്ഠൻ്റെ കാര്യം അറിയാം. ഇത്രയും കാലം നിന്റെ കൽപ്പനയെല്ലാം അനുസരിച്ച് ജീവിച്ചിട്ട് നീ എനിക്കൊരു ആട്ടിൻകുട്ടിയെങ്കിലും അർത്ഥം. ലിസ്റ്റുണ്ട്. അവസാനം എന്ത് സംഭവിച്ചു? അത് ന്യായപ്രമാണത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ രൂപമാണ്. വീടിന് പുറത്തായി ഈ പാപം മുഴുവൻ ചെയ്ത ഇളയ സഹോദരനോ നമ്മളങ്ങനെ വായിക്കാം. വീടിനകത്തോട് കയറാൻ വിസമ്മതിച്ചെന്ന് നമ്മൾ വായിക്കുന്നത്. പക്ഷേ മുടിയമ്പുത്രനോ അവന് പുതിയ മോതിരവും വസ്ത്രവും ഇല്ലേ, വലിയ കാളയർത്ത് ഒരു വലിയ, അവൻ ഭയങ്കര സന്തോഷവാനാ. പക്ഷെ ഇവൻ്റെ സന്തോഷം മറ്റേ ആൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവൻ ഇതുവരെ ഞാൻ ചെയ്തതിന് എനിക്ക് നീ എന്തെങ്കിലും ചെയ്തോ? കാരണം എന്താ? അത് മനുഷ്യന് വേണ്ടിയിട്ടാണ് ചെയ്തത്. മനുഷ്യന് വേണ്ടി. നമ്മളും പലപ്പോഴും ചെയ്യുന്നതൊക്കെ എന്താ? ഈ മനുഷ്യന് വേണ്ടി ചെയ്തിട്ട് ചെയ്തതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ലല്ലോ. അയ്യോ, നമുക്ക് ഭയങ്കര സങ്കടം വരും. അതേസമയം കർത്താവിന് വേണ്ടി ചെയ്തിട്ട് നമ്മുടെ പേര്, കർത്താവിന് ചെയ്യുന്ന ഒരാൾ മറഞ്ഞിരിക്കാൻ എപ്പോഴും ശ്രമിക്കുക. തൻ്റെ പേര് പറഞ്ഞില്ല, വലിയ സന്തോഷമായിരിക്കും. ഒത്തിരി പേരുടെ പേര് പറഞ്ഞു, തൻ്റെ പേര് പരാമർശിക്കപ്പെട്ടില്ല, ആൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്താ അതിൻ്റെ കാരണം? കർത്താവിന് വേണ്ടി ചെയ്തൊരു കാര്യമാണ്. ഈ പ്രശംസയ്ക്ക് അവൻ എവിടുന്നാണ് കിട്ടാൻ പോകുന്നത്? ദൈവത്തിൽ നിന്നാണ്. പക്ഷേ ഈ ന്യായപ്രമാണത്തിൻ്റെ തലത്തിൽ നിന്ന് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു കണക്കുണ്ട്. കണക്ക് പറയുമ്പം ആ ആളുടെ പേര് പറഞ്ഞില്ലേ ഭയങ്കര സങ്കടമായിരിക്കും. അന്നേരം വേറൊന്നും കൂടെ ചിന്തിക്കുക, എന്നാൽ കണ്ടോ ഇനി ഞാൻ ഒന്നും ചെയ്യത്തില്ല. അല്ലേ? അങ്ങനെ വരുന്നിടത്തല്ല നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഈ ന്യായപ്രമാണത്തിൻ്റെ തലത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തവ്യം നടത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം കർത്താവിനെ ഒന്നുകൊണ്ടും ചെയ്യാനാണ് ദൈവനം പറഞ്ഞിരിക്കുന്നത്.
ഇപ്പം പലപ്പോഴും മാതാപിതാക്കൾ പറയാറുണ്ട് കുഞ്ഞുങ്ങളെക്കുറിച്ച്, അല്ലേ? നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയെ വെച്ചാൽ പേനായിരിക്കും എന്നൊക്കെ ചിന്തി ഞാനിങ്ങനെ എന്ത് കഷ്ടപ്പെട്ടതാ. അതെല്ലാം ആർക്ക് വേണ്ടി ചെയ്താ? മനുഷ്യർക്ക് വേണ്ടി ചെയ്തു. പക്ഷെ കർത്താവിന് വേണ്ടി ചെയ്ത ഒരാളാണല്ലോ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ ഒരിക്കൽ അപ്പനോട് നന്ദി പറഞ്ഞു. പഠനകാലത്ത് ഒത്തിരി പൈസയൊക്കെ മുടക്കിയാൽ പുള്ളി രക്ഷിക്കപ്പെട്ടയാളല്ലോ. പുള്ളി ചൂടായി. ഈ മോനോട് ചൂടായി, മേലാൽ ഇങ്ങനെ പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടുള്ളൂ, അതിന് നീ എനിക്കെന്താ നന്ദി പറയാനുള്ളതെന്നാ പുള്ളി ചോദിക്കുന്നത്. രക്ഷിക്കപ്പെടാത്ത ആളാണ്. പക്ഷെ നമ്മളാണല്ലോ ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു നന്ദിയില്ല. എന്നുവെച്ചാൽ ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടതല്ലേ പോലും കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തതിന് ശേഷം എന്താ പറയണ്ടേ? ഞാൻ നിഷ്പ്രയോജനദാസൻ, ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മളോ ഈ കൃപയുടെ ഒരു തലത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പം നമ്മുടെ കാഴ്ചപ്പാടുകളടക്കം മാറും. നമ്മൾ ഒരിക്കലും നന്ദി പ്രതീക്ഷിക്കുന്നവരായിരിക്കത്തില്ല. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം ദൈവമുമ്പാകെ. അത് പക്ഷെ നമ്മൾ എന്ത് ചെയ്യല, ഒരു നന്ദി പ്രതീക്ഷിക്കത്തില്ല, ഒരു നന്ദി വാക്ക് പ്രതീക്ഷിക്കത്തില്ല. നമ്മൾ ഒരിക്കലും പറയുകയല്ല. എന്നാലൊരു നന്ദി പോലും പറഞ്ഞില്ല. കാരണം എന്താ? ഈ നന്ദിയൊക്കെ എവിടുന്നാണ് വരണ്ടേ? ദൈവിക ജീവനിൽ നിന്ന് ചെയ്തതിൻ്റെ നന്ദി ദൈവത്തിൽ നിന്നാണ് വരണ്ടേ? ഇന്ന് പകൽക്കാലം നമ്മളിവിടെ ഒന്നിച്ചായിരിക്കുന്നിടത്ത് ഇപ്പം നമ്മൾ ആ വായിച്ച റോമർ 7 വായിച്ചൊരു കാര്യം, ഒരു നിലപാട്. അത് ചെയ്ത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഞാനല്ല, എൻ്റെ വില്ലിൽ ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്ഷമ പറയുന്നത്. നമ്മൾ ഞാൻ 1 7 8 9 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കും, നമുക്ക് പാപമില്ലെന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്ന സത്യം നമ്മളില്ലാതെയായി. നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ 25-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ എത്ര നീതീകരിക്കപ്പെടുന്നത് വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകാൻ ദൈവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നതിന് നീതിയിരിക്കുന്നതാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. റോമർ 4-ന്റെ 25 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തൻ്റെ കരുണയിൽ ഇതുവരെ നമ്മൾ ചെയ്ത പാപം ഒന്നും എന്ത് ചെയ്യുന്നില്ല, ശിക്ഷിക്കപ്പെടുന്നില്ല. റോമർ 4 കേട്ടോ, 3:25 തെറ്റിപ്പോയി. അപ്പം നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ അതുവരെ നമ്മൾ ചെയ്ത പാപങ്ങളൊന്നും, പാപത്തിനൊന്നും ശിക്ഷയില്ല. അതിൻ്റെ എല്ലാം ശിക്ഷ കർത്താവ് തൻ്റെ മേലേറ്റു. അപ്പം ഇനിയും മുന്നോട്ട് ചെയ്യുന്ന പാപത്തിന് ശിക്ഷയുണ്ടോ? ഇല്ലയോ? ഉണ്ടോ? എബ്രായലേഖനത്തിൽ എന്താ പറയുന്നത്? എബ്രായലേഖനത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. എബ്രായർക്കെതിരെ ലേഖനം 4-ാമത്തെ വാക്യം നമ്മൾ എന്താ വായിക്കുന്നത്? 2:4, എബ്രായർ 2:4. ഞാൻ ഇതിൻ്റെ 2-ാം വാക്യം തൊട്ട് നമ്മളിങ്ങനെ വായിക്കുന്ന 2:2, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ എവിടും തെറ്റി കഴിയും? ശിക്ഷയിൽ നിന്ന് എങ്ങനെ തെറ്റി കഴിയും? പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് എന്താ, മനസ്സിലാക്കിയിട്ടുള്ളത്? കർത്താവ് കൃപാലുവാണ്,
കർത്താവ് അങ്ങ് ക്ഷമിക്കും. പക്ഷെ നമ്മൾ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഗണ്യമാക്കുന്നില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ജനിച്ചു. വീണ്ടും ജനിച്ചതിന് ശേഷം പാപം ചെയ്താൽ എന്തുണ്ട്? നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താ? വീണ്ടും ജനിച്ചെന്ന് പറഞ്ഞതിന് ശേഷം ഭർത്താവിനോട് മത്സരിച്ചാൽ എന്തുണ്ട്? നമ്മുടെ ചിന്ത എന്താ? ഒന്ന് ക്ഷമ പറഞ്ഞാൽ മതി, അതങ്ങ് തീർന്നോളും. അതുകൊണ്ടാണ് നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ 6-ാം അധ്യായം 1-ാം വാക്യം എന്താ വായിക്കുന്നത്? ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ ഉരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പാപം ചെയ്യരുത്. 1 കൊരിന്തി 15-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം, നീതിക്ക് 1 കൊരിന്തി 15:34 നീതിക്ക് നിർമ്മതരായി ഉണരുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നമുക്ക് രൂപാന്തരം വരണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ പാപത്തിൽ തുടരും. ദൈവം എന്താ പറയുന്നത്? പാപം ചെയ്യരുത്. ഇനി യോനാൻ പറയുമ്പം പോലും എന്താ പറയുന്നത്? കുഞ്ഞുങ്ങളെ, പാപം ചെയ്യാതിരിപ്പാനാണ് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ഇവിടെ റോമർ 6 പറയുമ്പം കൃപ വരികയാണതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മലയാളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? കണ്ടിന്യൂയിങ്. ശരിക്കും നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? പാപം ചെയ്യുന്നത് നിർത്തി, ഒരു ഫുൾ സ്റ്റോപ്പ് വന്നവിടെ. മറ്റേതങ്ങനൊന്നുമില്ല, ഇങ്ങനെ പാപത്തിൽ തുടർന്നുകൊണ്ടായിരിക്കുന്നു. വീണ്ടും ജനിക്കുന്നതോടുകൂടി എന്ത് സംഭവിച്ചു? ആദാമാകുന്ന ആ പാപത്തിൻ്റെ വൃക്ഷത്തിൽ നമ്മളെ മുറിച്ചെടുത്ത് ക്രിസ്തുവാകുന്ന വിശുദ്ധിയുടെ വൃക്ഷത്തിൽ കൊണ്ട് ഒട്ടിച്ചു. ആ വൃക്ഷത്തിൽ നിന്ന് പാപം വരുമോ? ഇല്ല, അവനിൽ പാപം ഇല്ല. അവിടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാപം വരാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെ സാത്താൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താ? അല്ലെ നമ്മളതിനെ എങ്ങനെ ലഘുവായിട്ട് എടുക്കുന്നത്? അല്ലെ എങ്ങനെ അല്ലേ ലഘുവായിട്ടല്ലേ എടുക്കുന്നത്? ഗൗരവത്തോടെ എടുക്കുകയാണ് എന്താ? ചെയ്യല നമ്മളെ തന്നെ. അതുകൊണ്ടാണ് യോനാനും പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൽ ജനിച്ചതൊക്കെയും തന്നെത്താൻ സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ്റെ ഉള്ളിലെ ആഗ്രഹം, മറ്റേ പാപം ചെയ്യാനുള്ള ഒരു ആഗ്രഹം മാറിയിട്ട് പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു ആഗ്രഹം അവൻ്റെ ഉള്ളിൽ വന്നു. വ്യക്തമായൊരു മാറ്റം വന്നു. അതുകൊണ്ട് തന്നെ പാപം ചെയ്യാന്നുള്ളവന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷേ അബദ്ധവശ വീണുപോയാലോ? അത് പറഞ്ഞിരിക്കുന്ന ഫാളിങ് ഇൻ സിൻ എന്നാ, മറ്റേ കണ്ടിന്യൂയിങ്. പാപത്തിൽ തുടരുന്നില്ല, പക്ഷേ പാപത്തിൽ വീഴുക എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ല, ഇപ്പം നടക്കാൻ പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ ഉള്ളിൽ വീഴണമെന്നൊരു ഇച്ചിരിയെങ്കിലും ആഗ്രഹമുണ്ടോ? ആ കൊച്ചിൻ്റെ ആഗ്രഹം മുഴുവൻ എന്താ? വീഴരുത്, വീഴരുത്, അല്ലേ? അതുകൊണ്ടാണ് വീഴുമ്പം കരയുന്നേ. വീഴരുത്, അല്ലെ വീഴാൻ ആഗ്രഹമുള്ള ഒരു കൊച്ചു വീഴുമ്പം കരയുമോ? ഇല്ല, അവന് സന്തോഷമാണ് വരണ്ടേ, എൻ്റെ ആഗ്രഹം പോലെ നടന്നല്ലോ എന്ന്. പക്ഷെ അവൻ്റെ ഉള്ളിൽ ആഗ്രഹം മുഴുവൻ വീഴാതിരിക്കാനാ. അപ്പം അവൻ്റെ അതിനിടയ്ക്ക് പക്ഷെ അവൻ വീഴാറുണ്ട്. പക്ഷെ വീഴുമ്പോൾ അവൻ എന്താ ചെയ്യുന്നത്? ചാടി എഴുന്നേക്കും. എന്ന് പറഞ്ഞ പോലെ ഒരു വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ഉള്ളിലെ ആഗ്രഹം പാപം ചെയ്യരുത്, പാപം ചെയ്യാതിരിപ്പീൻ. പക്ഷേ ഞാൻ ശ്രദ്ധിക്കായിരുന്നു, നമ്മുടെയൊക്കെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ഗൗരവബോധമൊന്നുമില്ല, ഒരു തമാശ പോലെ. പാപത്തോട് അങ്ങനത്തെ ഒരു, അതാണ് നമ്മൾ പാടിയ ഉള്ളിൽ പാപത്തെ വെറുക്കുന്നവള്. കാന്തയുടെ ലക്ഷണമാണ്. തുടർന്ന് ആ പാട്ടിൽ തന്നെ ആയിരുന്ന 544 4-ാമത്തെ ശാനസമ്മേളനം, ശോധനയിൽ സന്തോഷിക്കുന്നോൾ ആർ, ഭാവിയോർത്തും സന്തോഷിക്കുന്നു, തൻ സൽഗുണങ്ങൾ ഘോഷിക്കുന്നവൾ സ്നേഹത്താലും ഉത്സാഹത്താലും. പരീക്ഷയിൽ ശോധനയിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശോധന എന്താ തെളിയിക്കുന്നത്? ആവർത്തനം 8 നമ്മൾ വായിക്കുന്നു, നമ്മുടെ ഹൃദയത്തിലുള്ളത് കാണുക. ഓരോ പരീക്ഷയിലും ഇപ്പോഴും എൻ്റെ ഉള്ളിൽ മോഹമുണ്ട്, ഇല്ലെന്നൊക്കെ ഉണ്ട് ഞാൻ വിചാരിച്ചായിരുന്നേ. പക്ഷെ പെട്ടെന്നൊരു പരീക്ഷയുടെ സ്ഥാനത്ത് എന്ത് പറ്റി? ഞാൻ മോഹത്തിൽ വീണു. പരീക്ഷ എന്താ കാണിക്കുന്നത്? എന്നിൽ ഇനി അശുദ്ധിയുണ്ട്,
ഞാൻ എന്താ ചെയ്യേണ്ടേ? എന്നെ തന്നെ നിർമ്മലീകരിക്കണം. എപ്പം വരെ? അവസാനം എന്നിൽ. അതാണ് വേറൊരു ഭാഗം നമ്മളിങ്ങനെ വായിക്കുന്നില്ല, അവൻ ആ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിച്ചു. ലിവിങ് വേൾഡ് പറയുന്നത് എന്താണെന്നറിയാമോ? അവനാൽ ലോകത്തിന് എന്നിലുള്ള താല്പര്യങ്ങളും എനിക്ക് ലോകത്തിലുള്ള താല്പര്യങ്ങളും ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് പാപം ചെയ്യാനുള്ള താല്പര്യം ഇല്ല. മത്സരിക്കാൻ, ശാഠ്യം പിടിക്കാൻ, അൻസൻകേട് കാണിക്കാൻ, മോഹിക്കാൻ, പരാതി പറയാൻ, കൈപ്പോടിരിക്കാൻ എനിക്ക് ആഗ്രഹം ഇല്ല. പണ്ടുണ്ടായിരുന്നു, അതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എനിക്കില്ലെന്നുള്ളതാണ്. അങ്ങനെ ക്രൂശിക്കപ്പെട്ട ഒരാളുടെ ലക്ഷണമാണ് അവനിലോ ലോകത്തുള്ള താല്പര്യങ്ങളെല്ലാം തീർന്നു. മറ്റുള്ള പ്രശംസയും അംഗീകാരവും പുകഴ്ത്തി പറയാനുള്ള ആഗ്രഹവും. പക്ഷെ ശരിക്കും ദൈവവേദലായി കഴിയുമ്പോൾ അവൻ്റെ ആഗ്രഹം എന്താ? കുറ്റങ്ങളൊക്കെ മറ്റുള്ളവരെ പറയാനുള്ള ആഗ്രഹമാണ്. നമുക്ക് അങ്ങനെ ഒന്നുണ്ടോ? ഇന്നും നമ്മുടെ ചിന്ത എൻ്റെ കുറ്റം ആരും പറയാൻ പാടില്ലെന്നാണോ, അതോ എൻ്റെ കുറ്റം തുറന്ന് കാണിക്കണമെന്നാണോ? നമ്മുടെ ഉള്ളിൽ രൂപാന്തരം സംഭവിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വന്നിട്ടില്ലെങ്കിൽ, നമ്മളായിരുന്ന അവസ്ഥയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. പാപത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ പുറമേ ഒന്നും കാണത്തില്ല ആരും, പക്ഷെ ഉള്ളു മുഴുവൻ എന്താ അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ പാപത്തെ സ്നേഹിക്കുമ്പോൾ ദൈവജനത്തോടൊരു താല്പര്യം ഉണ്ടാകത്തില്ല. ഇപ്പം നമുക്ക് വചനം വായിക്കുന്നതിനേക്കാൾ, അല്ലെ വചനത്തിൻ്റെ സന്ദേശം കേൾക്കുന്നതിനേക്കാൾ എന്തിനോടായിരിക്കും താല്പര്യം? ഈ ലോകത്തിൻ്റെ വാർത്തകളൊക്കെ അറിയാനും അതിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനുമായിരിക്കും. അത് കാണിക്കുന്ന ഒരു കാര്യം, ഉള്ളിൽ എന്ത് സംഭവിച്ചിട്ടില്ല? ഒരു മരണം. ലോകത്തിന് എന്നിലുള്ള താല്പര്യങ്ങൾ നശിച്ചിട്ടില്ല, എനിക്ക് ലോകത്തിലുള്ള താല്പര്യങ്ങളും നശിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ലോകത്തിലും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിട്ടില്ല. ഞാൻ വീണ്ടും ജനിച്ചു, ശരിയാണ്. കൊരിന്ത്യർ വിശ്വാസികൾ വീണ്ടും ജനിച്ചവരായിരുന്നു. അവരോട് എന്താ പറഞ്ഞേ? 6-ാം അധ്യായത്തിൽ ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശം. വീണ്ടും ജനിച്ചു, ശരിയാണ്. ഞാൻ അവിടെയാണ് പറഞ്ഞു വന്നൊരു കാര്യം. നമ്മൾ വീണ്ടും ജനിച്ചു, ഇതുവരെയുള്ള പാപങ്ങൾക്കൊന്നും ശിക്ഷയില്ല. ഇനി മുന്നോട്ട് നമ്മൾ എന്തിനാ വീണ്ടും ജനിപ്പിച്ചേ? പാപം ചെയ്യാതിരിക്കാനാ, ദൈവേഷം ചെയ്യാനാ. അപ്പം നമുക്ക് ആ ഒരു മനോഭാവം വന്നിട്ടുണ്ട്. അതോ ഇന്ന് നമ്മൾ പാപത്തോടെ എങ്ങനെയാണ് കാണുന്നത്? ലഘുവായിട്ടാണോ കാണുന്നത്? പാപത്തിൻ്റെ ശമ്പളം എന്താ? മരണം. നമുക്ക് മരണത്തെ ഭയമുണ്ട്. ഞാൻ പറയുന്ന ആശരീക മരണത്തെ അല്ല, ആത്മീയമായൊരു മരണത്തെ. ആത്മീയ മരണം സംഭവിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെടുന്നത്. നമ്മൾ ആത്മീയ ജീവനിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളു മുഴുവൻ സന്തോഷവും സമാധാനവും ഒക്കെ ആയിരിക്കും, സംതൃപ്തിയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എബ്രായർ 2 വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും തക്കതായ ശിക്ഷ. നമ്മളത് മറന്നു പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ പാപത്തോട് എതിർത്ത് നിൽക്കുന്നതിൽ ഇതുവരെയും പ്രാണത്യാഗത്തോളം, അല്ല, പാപത്തോട് എതിർക്കുന്ന ഇതുവരെയും പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. നമ്മുടെ ഉള്ളിലുണ്ടോ കോപത്തോട് എതിർത്ത് നിൽക്കാറുണ്ടോ നമ്മൾ? ഒരു മൂടൻ്റെ ലക്ഷണം എന്താ? സദൃശവാക്യം ഒരു മൂടൻ എന്ന് പറഞ്ഞാൽ ആരാ? 26:11 നമ്മളിങ്ങനെ വായിക്കുന്നു, നായ ഛർദ്ദിച്ചതിലേക്ക് വീണ്ടും തിരിയുന്നതും മൂടൻ തൻ്റെ ഭോഷത്വം ആവർത്തിക്കുന്നതും ഒരുപോലെയാണ്. ഈ ഛർദ്ദിച്ചതിലേക്ക് തിരിയാന്ന് പറഞ്ഞാൽ നമ്മളോടുള്ള ബന്ധത്തിൽ എന്താ? മാനസാന്തരപ്പെട്ടെന്ന് പറയുന്ന, എല്ലാം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞതാ. പിന്നെ അത് പോയി തിന്നുക എന്നാണ് എൻ്റെ അർത്ഥം. നമ്മൾ ഉപേക്ഷിച്ചെന്നൊരിക്കൽ പറഞ്ഞാൽ പാപം വീണ്ടും ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി ആരാ മൂടൻ എന്നുള്ളത് സാർശ്യ 28:26 പറഞ്ഞിട്ടുണ്ട്. സാർശ്യവാക്യം 28:26, സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂടൻ. യിരെമ്യാ പ്രവചനത്തിൽ അതിൻ്റെ 17-ാം അധ്യായത്തിൽ, യിരെമ്യാവ് 17-ാം അധ്യായത്തിൽ നമ്മുടെ ഹൃദയത്തെക്കുറിച്ചുള്ള ഒരു പദപ്രയോഗം നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ
ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് അതാ പറയുന്നത്, സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢൻ. പിന്നെ നമ്മൾ എന്തിലാണ് ആശ്രയിക്കുന്നത്? നമുക്ക് പുതിയൊരു ഹൃദയമുണ്ട്, പുതിയൊരാത്മാവുണ്ട്. കർത്താവ് നമുക്ക് തന്ന ഹൃദയത്തിൽ നമ്മൾ ആശ്രയിക്കേണ്ടത്. അവിടെയാണ് ദൈവത്തിൻ്റെ വചനം സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവനാണ് ഞാൻ. നമ്മൾ മൂഢൻ എന്ന് പറയുന്നത് ആരെയാ? കണക്കും സയൻസും ഒന്നും പഠിക്കാത്ത കൊച്ചിനെയാണ് മൂഢൻ എന്ന് പറയുന്നില്ലേ? പക്ഷെ ദൈവവചനം മൂഢൻ എന്ന് പറയുന്നത് സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ. അതാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ ജഡത്തിനും മനോവികാരം ഇഷ്ടമായി ചെയ്തുകൊണ്ട് നടന്ന സമയത്താണ് അവരെ മൂഢൻ എന്ന് പറയുന്നത്. നമുക്കിന്ന് മൂഢതയിൽ നിന്നൊരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? മൂഢൻ്റെ എതിരെന്താ? ജ്ഞാനി. ആരാ ജ്ഞാനി? നമ്മുടെ എല്ലാ ഹൃദയത്തിൽ പോഷത്വമുണ്ട്. അതാ പിള്ളേരെ കുറിച്ച് പറയുന്നത്. ബാലൻ്റെ ഹൃദയത്തോട് പോഷത്വം പറ്റിയിരിക്കുന്നു. അതെങ്ങനെ അടിച്ചു വാരി കളയുന്നത്? ശിക്ഷയ്ക്കുള്ള വടി. അല്ലെ, പിള്ളേരെയൊക്കെ പഠിക്കാത്ത പിള്ളേരെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? സാറുമാർക്കറിയാം. ഒരിക്കലും സാറ് ഉദാഹരണം പറഞ്ഞു. പഠിപ്പിച്ചൊരു കൊച്ചിൻ്റെ കണക്കാന്ന് തോന്നുന്നു, അല്ല എന്തോ, പുള്ളിക്ക് എത്ര പറഞ്ഞാലും ഇത് പഠിക്കത്തില്ല. അപ്പം ബാപ്പ പറഞ്ഞു അവനെ ഒന്ന് പ്രത്യേകം ഒന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നന്നായിട്ട് അടിച്ചു. നല്ല വെളുത്ത കുട്ടിയായിരുന്നു. ഈ അടി മുഴുവൻ അങ്ങനെ അപ്പം പോലെ ഇങ്ങനെ തെളിഞ്ഞു വന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം ആൾക്കാരിങ്ങനെ വന്നു സാറിനെ പിടിക്കാൻ, ഇതെന്നാന്നും ചോദിച്ച്. പക്ഷേ സാറ് പറഞ്ഞൊരു കാര്യം, അന്നോടുകൂടി അവനത് പഠിച്ചു. അവൻ ഒന്നായിട്ടും പഠിക്കാൻ കഴിയാവുന്ന കാര്യം ആ അടിയോടുകൂടി പഠിച്ചു. അപ്പം നമ്മളെക്കുറിച്ച് അതാ പറയുന്നത്. നമ്മളെല്ലാം ഫോഷന്മാരാ. ജ്ഞാനി ആരാ? അല്ലെ, നമ്മൾ ജ്ഞാനം പ്രാപിച്ചെന്നുള്ളതിന് തെളിവെന്താ? സദൃശവാക്യം 8:13 നമ്മളെന്താ വായിക്കുന്നത്? യഹോവഭക്തി. ആ, നമ്മളെന്താ വായിക്കുന്നത്? ബാലൻ അല്ല, ജ്ഞാനം എന്ന് പറയുമ്പോൾ ജ്ഞാനം ആരാ? ജ്ഞാനിയെന്നാ പറഞ്ഞിരിക്കുന്നത്. യഹോഭക്തിയുള്ള ആളാ ജ്ഞാനി. യഹോഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഭക്തി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് തെറ്റായൊരു ധാരണയാണ് വരുന്നത്, അല്ലേ? അത് ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫിയർ ഓഫ് ഗോഡ്. ദൈവത്തോടുള്ള ഭയം. ദോഷത്തെ വെറുക്കും. അപ്പം ജ്ഞാനിയാണെന്നുള്ളതിൻ്റെ ലക്ഷണം അവൻ പാപത്തെ വെറുക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. ലസാഗ്രൂർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ പിള്ളേരെ ശിക്ഷിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ അവരെ കോപത്തോടെ അടിച്ചതിന് ശേഷം അങ്ങനെ ചെയ്തിരുന്ന ആഗ്രഹം, പക്ഷെ അങ്ങനെ അടിച്ചു പോയതിന് ശേഷം എന്തായിരുന്നു? ബാത്റൂമിൽ പോയിട്ട് പൈപ്പും തുറന്നിട്ട് ഉച്ചത്തിൽ കരയും. പാപത്തോടുള്ള ബന്ധം നമുക്ക് അങ്ങനത്തെ ഒരു മനോഭാവം ഉണ്ടോ? നമ്മൾ മോഹിച്ചതിന് ശേഷം, പരാതി പറഞ്ഞതിന് ശേഷം, കൈപ്പോടിരുന്നതിന് ശേഷം, തർക്കിച്ച് വാദിക്കുകയും ശാഠ്യം പിടിക്കുകയും ചെയ്തതിന് ശേഷം നമ്മൾ നിലവിളിക്കാറുണ്ടോ? ഉണ്ടോ? അതാ നമ്മളതിനെ വളരെ ലഘുവായിട്ടാണ് എടുക്കുന്നത്. ദൈവത്തെ ഭയപ്പെടുന്ന ഒരാൾ, നമ്മളിങ്ങനെ വായിക്കുന്ന സംഗതി, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ. അപ്പോൾ ദൈവഭയമുള്ള ഒരാൾ ദൈവകൽപ്പനയെ ഇഷ്ടപ്പെടും. അതവന് ഭാരമുള്ളതല്ല. അവന് എപ്പോഴൊക്കെ വീഴുന്നു അന്നേരമൊക്കെ എഴുന്നേറ്റ് കരയാൻ തുടങ്ങും, ദുഃഖിക്കും, നെടുവീർപ്പിടും, നിലവിളിക്കും. അപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഇതൊക്കെ കേട്ടുപോയതിന് ശേഷം, നമ്മൾ പാപം ചെയ്തതിന് ശേഷം അന്നേരം തന്നെ ഏറ്റു പറയാറുണ്ടോ? നമുക്ക് പാപബോധം വരുന്നുണ്ടോ? ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പാപബോധം വരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞേ? അവൻ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും, പാപബോധം തരും. അതെപ്പോഴാണ് തരുന്നേ? പഴയ നിയമകാലത്തായിരുന്നെങ്കിൽ ഒരു പ്രവാചകൻ വരണം, അല്ലേ? ദാവീദിൻ്റെ അടുക്കൽ ദാവീദിന് കൊച്ചുണ്ടായി കഴിഞ്ഞിട്ടാ പാപബോധം വന്നേ. അന്യസ്ത്രീയിൽ വ്യഭിചാരം ചെയ്ത്, അല്ലേ? അതിൻ്റെ ശിക്ഷയായിട്ട് ആ കൊച്ചിനെ എന്ത് ചെയ്തു? ദൈവം കൊന്നു കളഞ്ഞു.
പക്ഷെ പുതിയ കാലത്ത് നമ്മുടെ എല്ലാം ഉള്ളിൽ ദൈവം ആത്മാവിനെ ആക്കിയിട്ടുണ്ട്. അന്നേരം തന്നെ നമുക്ക് പാപബോധം വരും. ആകാത്തൊരു ചിന്ത വന്നാൽ തന്നെ എന്ത് വരും? പാപബോധം. അത് വർദ്ധിച്ചു വരുന്നത് എങ്ങനെ? ആ ചിന്ത വന്ന അന്നേരം തന്നെ നമ്മളതിനെ ഏറ്റുപറയുകയും അതിനെക്കുറിച്ച് ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ. ആകാത്തൊരു വാക്കാ വന്നെങ്കിലോ ദൈവത്തോടും ആരോട് പറഞ്ഞ ആളോടും അന്നേരം തന്നെ നമ്മൾ അത് ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ പാപബോധം വർദ്ധിച്ചു വരത്തുള്ളൂ. നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്താറുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാറില്ല? ആത്മാവിനെ അനുസരിക്കാറില്ല. പിന്നെ എന്ത് ചെയ്യും? ആത്മാവിനെ കെടുക്കും. കെടുക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എങ്ങനെ ആത്മാവിനെ കെടുക്കുന്നത്? ആത്മാവിനെ കെടുക്കരുതെന്നൊരു വാക്യമുണ്ട്. ആത്മാവ് പറയുന്നത് കേൾക്കാതിരിക്കും, അനുസരിക്കാതിരിക്കുമ്പോൾ 2 or 3 പ്രാവശ്യമൊക്കെ ആത്മാവ് പറയത്തുള്ളൂ. വീണ്ടും അതിനെ അവഗണിച്ചാലോ സ്വന്തം വഴിക്ക് പോകാൻ അനുവദിക്കും. പഴയ കാലത്ത് അങ്ങനല്ല, ശിക്ഷയുണ്ടായിരുന്നു. പക്ഷെ പുതിയ കാലത്ത് ശിക്ഷ പെട്ടെന്ന് വരത്തില്ല. പിന്നെന്ത് ചെയ്യും? ആത്മാവ് പിന്നെ സംസാരിക്കത്തില്ല. നമ്മൾ ആ പാട്ടിൽ അതാ പാടിയത്, എത്ര നാൾ കാത്തു നിന്നെനിക്കായി. നമ്മളിവിടെ വരണം, പോയ വഴിയും തിരിഞ്ഞ് കർത്താവിൻ്റെ അടുക്ക വരണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയണം. സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ ഈ വഴിയിൽ നടക്കുമ്പോൾ ദൈവം ആദ്യം നമ്മുടെ ചിന്താമണ്ഡലത്തെ ശുദ്ധീകരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തെ ഒരു വയലിനോട് ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ വയലിലാണ് വിത്തിടുന്നത്. എവിടെയാ? ഹൃദയമാണ്. പക്ഷെ ചിന്ത അതിനോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ആ ചിന്തയിൽ തന്നെയാണ് മുള്ളും പറക്കാരെയും മുളയ്ക്കുന്നത്. അത് വചനത്തെ എന്ന് പറഞ്ഞാൽ ഏറ്റു പറയാത്ത പാപങ്ങളും അനുദപിക്കാത്ത പാപങ്ങളും നമ്മൾ വളരെ ലഘുവായിട്ട് എടുക്കുന്ന പാപങ്ങളും ഈ മുള്ളും പറക്കാരെയും മുളയ്ക്കാനായിട്ട് ഇടയായിട്ട് അതെന്ത് ചെയ്യും? വചനത്തെ ഞെരുക്കും. വചനത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. വചനം കേൾക്കുന്നൊക്കെ ഉണ്ട്, പറയുന്നുമുണ്ട്, പക്ഷെ നമുക്ക് അനുസരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ CFCയിൽ ഇരിക്കുന്നവർ വചന കേൾവിയിലൊരു കുറവുമില്ല, ഇല്ല, ഇഷ്ടം പോലെ കേൾക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്താ പ്രശ്നം? അനുസരിക്കുന്നില്ല. നമുക്ക് ഈ ആത്മീയ സുബോധം കൂടുന്നത് പാപത്തോട് പോരാടാൻ തുടങ്ങുമ്പോഴാണ്. പാപമാണെന്ന് ബോധ്യപ്പെട്ട കാര്യം നമ്മൾ അംഗീകരിക്കുകയും നമ്മളെ തന്നെ താഴ്ത്തി ഏറ്റു പറഞ്ഞാൽ മതിയോ? നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഏറ്റു പറയാറുണ്ട്. എന്ത് ചെയ്യാറില്ല? ഉപേക്ഷിക്കാറില്ല. തൻ്റെ അകൃത്യങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ല. ഏറ്റുപറഞ്ഞ് നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? ഏറ്റുപറയും, ഉപേക്ഷിക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് എന്ത്? ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും, അല്ലാത്തവനോ കരുണ ലഭിക്കത്തില്ല. നമ്മൾ ഈ വചനങ്ങൾ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ ചിന്താമണ്ഡലത്തിലെ പോരാട്ടം തുടങ്ങുന്നത് അവിടെയാണ്. നമ്മൾ പാപത്തോട് എതിർക്കേണ്ടത്. അതുകൊണ്ട് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്തിൽ ആകർഷിച്ച് വശീകരിക്കപ്പെടിയാലാകുന്നു. മോഹം ഗർഭം ധരിക്കുന്ന എവിടെയാ? ചിന്തയില. മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ആ ചിന്തയിലുള്ള കാര്യം പ്രവൃത്തിയിലേക്ക് വന്നു കഴിയുമ്പം അതെന്താ പ്രസവിക്കുന്നത്? മരണം. നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ പ്രവൃത്തിയിലേക്ക് വന്നു കഴിയുമ്പോൾ മരണം. അങ്ങനെ മരിച്ച അവിടെ വന്നിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് എഫെസ്യൻസ് പറയുന്നത്, ആകയാൽ ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്കാം. 2 ദിവസം 3 അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയുള്ളവരെ വിട്ട് ഒഴിയുക. ഇത് വളരെ ഗൗരവമൊരു കാര്യമാണ്. നമ്മളിതിനെ ലഘുവായിട്ട് എടുക്കരുത്. ദൈവത്തിൻ്റെ അനുസരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അനുസരിക്കണമെങ്കിൽ എന്ത് വേണം? ആത്മാവിൻ്റെ ശക്തി വേണം. നമ്മൾ പലപ്പോഴും ജഡം കൊണ്ടല്ല, നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് അനുസരിക്കാൻ ശ്രമിച്ചാൽ അതിനൊരു പരിധിയുണ്ട്. അത് നമ്മളെ ആത്യന്തികമായിട്ട് എവിടെ എത്തിക്കും? നല്ല പരീശന്മാരാക്കും. പരീശൻ ലക്ഷണം എന്താ? ഈ നിൽക്കുന്ന ചുങ്കക്കാരനെയാ, അല്ലെങ്കിൽ ഭർത്താവ് പറയും, ഈ നിൽക്കുന്ന ഭാര്യയെ പോലെ അല്ലാകിയാൽ ഞാൻ നിന്നെ, ഭാര്യ എന്തു പറയും? ഈ ഭർത്താവിനെ പോലെ അല്ലാകിയാൽ ഞാൻ നിന്നെ, തന്നെത്താൻ പ്രശംസിക്കുകയും ഉയർത്തുകയും ചെയ്യും. ന്യായപ്രമാണം. പക്ഷേ കൃപ എന്താ ചെയ്യുന്നത്? മറ്റുള്ളവരുടെ എന്ത് കാണിക്കും? കരുണ കാണിക്കും. മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമക്കും. അതുകൊണ്ട് നമുക്ക് മാനസാന്തരത്തിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ക്രിസ്തീയത്തെ വളരെ ഗൗരവത്തോടെ എടുക്കാം. പാപത്തോട് പോരാടുന്നതിൽ
നമുക്ക് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കാം. നമ്മൾ തിയറി ആയിട്ട് പോയാൽ പോരാ, അതിന് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നമ്മൾ വരേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയുള്ളിടത്ത് മാത്രമേ ഇതൊരു ജീവനായിട്ട് തീരത്തുള്ളൂ. തുടർന്ന് റോമാലേഖനം 7 അധ്യായത്തിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ എന്താ പറഞ്ഞത്? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിന് അധീനമായ ശരീരത്തിന് ആര് വിടിയിക്കും? അടുത്ത വാക്യം എന്താ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകും ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ആത്മാവ് കൊണ്ട് എന്തിനാ, ബുദ്ധി കൊണ്ട് എന്തിനാ അനുസരിക്കുന്നത്? ദൈവത്തിൻ്റെ പ്രമാണത്തെ. അങ്ങനെയുള്ളവർക്ക് എന്തില്ല? ശിക്ഷാവിധിയില്ല. അതിനുശേഷം പറയുന്നത്, ജഡത്തിൻ്റെ ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിന് പാപം നിമിത്തം അയച്ചു. അടുത്ത വാക്യം എന്താ? ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടത് തന്നെ. ജഡത്തെ അല്ല, ഞാൻ ജഡത്തെ അനുസരിച്ച് നടക്കുന്നില്ല, അത് ചെയ്യുന്ന ഞാനല്ല, ഞാൻ അതിനോട് എതിർക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ താഴുകയും ക്ഷമയോദിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഞാൻ എങ്ങനെയാണ് നടക്കുന്നത്? ആത്മാവിനെ അനുസരിച്ച്. അങ്ങനെയുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർക്കോ ശിക്ഷാവിധി ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ ജഡത്തെ അനുസരിച്ച് ജീവിച്ചതിന് ശേഷം ഇത് തമാശയാണ്, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ദൈവം ഒരിക്കലും ഇങ്ങനെ പറഞ്ഞില്ലേ ഒരു ഭാഗത്ത്, എൻ്റെ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഞാൻ അവനെ കടാക്ഷിക്കും. വചനത്തിന് മുമ്പിൽ വിറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൽപ്പനകളുടെ മുമ്പിൽ വിറയ്ക്കുന്നൊരു മനോഭാവം, പാപത്തെ വെറുക്കുന്നൊരു മനോഭാവം. നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. അങ്ങനെ ഒരു മനോഭാവം നമുക്കുണ്ട്. ഇന്ന് നമ്മൾ പാപത്തോട് വളരെ ലഘുവായിട്ടാണോ ഇടപെടുന്നത്? തീയോട് നമ്മൾ കളിക്കുന്ന പോലെ ഇരിക്കും. സർശ ഇങ്ങനെ ചോദ്യമുണ്ട്, ഒരുത്തന് തൻ്റെ മടി വെന്തു പോകാതെ മടിയിൽ തീക്കനൽ കൊണ്ട് വരാവോ? അതെന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പരസ്ത്രീ ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അസാധ്യമായൊരു കാര്യമാണ്. നമുക്ക് ഒരു തുണിക്കകത്ത് തീ ഇട്ടുകൊണ്ടും വരാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും? ആ തുണി കരിഞ്ഞ തീക്കല്ല് താഴെ വീഴും. പരസ്ത്രീ അടുക്ക ചെല്ലുന്ന ഏവനും അങ്ങനെ തന്നെ, പരപുരുഷൻ്റെ അടുക്ക ചെല്ലുന്ന ഏവനും അങ്ങനെ തന്നെ. നമുക്കൊരു ഭയമുണ്ട്, പൊള്ളുന്നുണ്ടോ? നമുക്ക് ഒരു പൊള്ളലും ഫീൽ ചെയ്യുന്നില്ല. ഇത് കാണിക്കുന്നത് എന്താ? ആത്മീയമായിട്ട് ഞാൻ മരിച്ച ആളാന്നുള്ളതാണ്. പുറമേ എന്തൊക്കെ പറഞ്ഞാലും, നിക്കോദോമസിനെ പോലെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും, നിക്കോദോസിനോട് കർത്താവ് എന്താ പറഞ്ഞത്? നീ അതൊക്കെ നിർത്ത്, നീ ആദ്യം വീണ്ടും ജനിക്കുക. നീ വലിയ ഉപദേശവും പ്രശംസയൊന്നും പറയണ്ട, നീ ആദ്യം എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ച ഒരാൾക്ക് ദൈവഭയം ഉണ്ടാവും. ദൈവകൽപ്പനയുടെ മുമ്പിലൊരു വിറയ്ക്കലുണ്ടാവും. അങ്ങനെ പ്രവൃത്തി ദൈവം ചെയ്യുന്ന ഒരു കുടുംബത്തിൽ പെട്ടെന്ന് മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങും. മറ്റേതൊരു പരീക്ഷത്വത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് മാനസാന്തരപ്പെടാം, ദൈവത്തെ ഗൗരവത്തോടെ എടുക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.